ബിജെപിയുടെ വികസിത കേരളം കൺവെൻഷൻ ഇന്ന് കാസർഗോഡാണ്. രാവിലെ ബിജെപി ഭാരവാഹികളുമായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യമായിട്ട് കാസർഗോഡ് എത്തുകയാണ് സംസ്ഥാന അധ്യക്ഷൻ. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് വികസിത കേരളം കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് സ്വീകരിച്ച് ആനയിക്കുകയും ചെയ്യും അദ്ദേഹത്തെ. മിഥുൻ പിള്ള കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥുൻ, എപ്പോഴാണ് കൂടിക്കാഴ്ചകൾ, മറ്റ് വിവരങ്ങൾ? നമ്മളിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഇവിടെ നിന്നാണ് വികസിത കേരളം കൺവെൻഷനിലേക്ക് കാസർഗോഡ് ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യമായി കാസർഗോഡ് ജില്ലയിലെത്തുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് വലിയ സ്വീകരണം ഒരുക്കാൻ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സ്വീകരണം തുടങ്ങുന്ന സ്ഥലത്തേക്ക് പ്രവർത്തകർ ഇങ്ങനെ കൂട്ടമായി എത്തുന്ന ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾ സംസ്ഥാനത്ത് വ്യാപകമായി നടന്നു വരികയാണ്. ഓരോ ജില്ലയിലും അദ്ദേഹം തൻ്റെ പര്യടനം ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലും ഇന്ന് ഈ ഒരു വികസിത കേരളം കൺവെൻഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് കാസർഗോഡ് എത്തുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ സ്വീകരിക്കാനായി പ്രവർത്തകർ ഒന്നടങ്കം ഇപ്പോൾ ഈ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് ഘോഷയാത്രയായി ഈ കൺവെൻഷൻ നടക്കുന്ന ഹാളിന് പരിസരത്തേക്ക് അദ്ദേഹത്തെ ഘോഷയാത്രയെ സ്വീകരിച്ച് ആനയിക്കുകയാണ് ചെയ്യുക. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇത്തരം ഈ വികസിത കേരളത്തിൻ്റെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കൺവെൻഷനുകൾ ഇപ്പോൾ നടന്നു വരികയാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെയാണ് ഇപ്പോൾ ഈ കാസർഗോട്ടെ പരിപാടി നടക്കുന്നത്. ഇന്ന് രാവിലെ ഈ കാസർഗോഡ് ജില്ലയിലെ വിവിധ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതായത് ജില്ലയുടെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഉതകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഈ ഒരു യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നിപ്പോൾ ഈ ഘോഷയാത്രയായി ഈ കൺവെൻഷൻ നടക്കുന്ന ഹാളിന് സമീപത്തേക്ക് പോയി അവിടെ ഈ കാസർഗോഡ് ജില്ലയിലെ ബലിദാനികൾക്ക് മുന്നിൽ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ഈ ബലിദാന സ്തൂപത്തിന് മുന്നിൽ പുഷ്പാർച്ചന അർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള കൺവെൻഷൻ നടക്കുക. വലിയൊരു ജനസഞ്ചയം തന്നെയാണ് ഈ ഒരു കൺവെൻഷൻ്റെ ഭാഗമാകാൻ വേണ്ടി കാസർഗോഡേക്ക് എത്തിയിരിക്കുന്നത്. അനു, ശരി. വികസിത കേരളം കൺവെൻഷൻ കാസർഗോഡ്.